Next, a problem based on theory of failure, module 2. A bolt is subjected to an axial force of 10,000 Newton with a transverse shear force of 5,000 Newton as shown in the figure. Find the diameter of the bolt according to first maximum principal stress theory, maximum shear stress theory, maximum principal strain theory, maximum strain energy theory, maximum distortion energy theory. ഈ 5 തിയറിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഡയമീറ്റർ കണ്ടുപിടിക്കണം. അപ്പോൾ 5 തരത്തിലുള്ള ഡയമീറ്റർ കിട്ടും. കുഴപ്പമില്ല, നമുക്ക് 5 തരത്തിലുള്ള ഡയമീറ്റർ കണ്ടുപിടിക്കുവാണ്ട്. സോ ഹിയർ ആക്സിയൽ ഫോഴ്സ് ഇസ് ഗിവൺ 10,000 ന്യൂട്ടൺ ആൻഡ് ഷിയർ ഫോഴ്സ് ഇസ് ഗിവൺ 5,000 ന്യൂട്ടൺ. പിന്നെ it is assumed that the permissible tensile stress at elastic limit 100 Newton per meter square, which is given. Okay, 100 Newton per mm square meter square that is mm square, and mu is equal to 0.3. അപ്പോൾ ഇതാണ് ഫിഗർ. അപ്പോൾ ഇത് ഈ കാണുന്നതായിരിക്കും സ്വാഭാവികമായിട്ടും ഷിയർ ഫോഴ്സ് ആയിരിക്കും, shear stress, that is shear force, so tau xy. Okay, പിന്നെ ഈ ഷിയർ ഫോഴ്സ് വെച്ചിട്ട് നമ്മൾ ഷിയർ സ്ട്രെസ് tau xy കാണേണ്ടി വരും. പിന്നെ ഇത് ആക്സിയൽ ആയിട്ടുള്ള ഫോഴ്സ് ആണ്. y ആക്സിസിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് 10,000 ന്യൂട്ടൺ കാണിച്ചിട്ടുള്ളത്. സോ ദാറ്റ് വിൽ ബി സിഗ്മ y. സിഗ്മ x നമുക്ക് ഇവിടെ കൊടുത്തിട്ടില്ല. ഓക്കെ, so sigma x is equal to 0, sigma y equal to 10,000 Newton, tau xy is equal to 5,000 Newton. അതേപോലെ ഷിയർ ഫോഴ്സ് തന്നെയാണ് മതി. അപ്പോൾ tau xy എഴുതണ്ട, you can write it shear force. ഷിയർ ഫോഴ്സ് നമ്മൾ ഇവിടെ നമുക്ക് FS, ഇത് FT എഴുതാം. അപ്പോൾ ഇവിടെ എന്തൊരു ഇക്വേഷൻ ആണ്? സിഗ്മ y is equal to FT divided by capital A. tau xy is equal to FS divided by capital A. അങ്ങനെയാണ് വരിക. Okay, now we have to find out sigma y is equal to FT divided by pi by 4 dc square. dc means no, dc no, dc is ബോൾട്ടിന്റെ മൈനർ ഡയമീറ്റർ ഓഫ് ദി ബോൾട്ട് എന്നാ പറയുക. മൈനർ ഡയമീറ്റർ ഓഫ് ദി ബോൾട്ട് അല്ലെങ്കിൽ മിനിമം ഡയമീറ്റർ ഓഫ് ദി ബോൾട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇപ്പം ഈ ഫോഴ്സ് അതായത് FX FY അതേപോലെ FS അല്ലെങ്കിൽ FXY എന്ന് പറയാം. കാരണം FXY നിന്നാണ് tau xy ഉണ്ടാകുന്നത്. അപ്പം നമുക്ക് വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് FY സിഗ്മ y ആയതുകൊണ്ട് ഇവിടെ FY എന്നും ഇവിടെ നമുക്ക് FXY എന്നും കൊടുക്കാം. അപ്പോൾ FXY ഡിവൈഡ് ബൈ ഏരിയ ഈക്വൽ ടു tau xy, FY ഡിവൈഡ് ബൈ ഏരിയ ഈക്വൽ ടു സിഗ്മ y. അങ്ങനെ എടുത്തു, അതൊരു കുറച്ചുകൂടി എളുപ്പം. അപ്പോൾ ഇവിടെ എല്ലാ ഫോഴ്സും ആക്ട് ചെയ്യുന്നത് എവിടെയാണ്? ആ ബോൾട്ടിൻ്റെ മേലെയാണ് അല്ലേ? ബോൾട്ടിൻ്റെ മേലെ എല്ലാ ഫോഴ്സും ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ബോൾട്ടിൻ്റെ മിനിമം ഏരിയയാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. കാരണം മിനിമം ഏരിയയിലാണ് സ്ട്രെസ് കൂടുതൽ വരിക. അപ്പോൾ മിനിമം ഏരിയയിലാണ് ബോൾട്ടിൻ്റെ മിനിമം ഏരിയയിലായിരിക്കും സ്ട്രെസ് കൂടുതൽ വരിക. അപ്പോൾ നമ്മുടെ മിനിമം ഏരിയ ഇക്വേഷൻ pi by 4 into d square. അപ്പോൾ നമ്മുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് ഡയമീറ്റർ ഓഫ് ദി ബോൾട്ട് കണ്ടുപിടിക്കാൻ വേണ്ടത്. ഓക്കെ, അതായത് ബോൾട്ടിൻ്റെ ഏരിയ വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്ന സ്ട്രെസ് കാണണം. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യണം? സിഗ്മ x is equal to 0, സിഗ്മ y കിട്ടി, tau xy കിട്ടി. ഇനി ഈ മൂന്നും വെച്ചിട്ട് നമ്മൾ എന്ത് വേണം? സിഗ്മ 1 സിഗ്മ 2 കാണണം. ഒരു മെമ്പറിൻ്റെ മേലെ ആക്ട് ചെയ്യുന്ന 3 ഫോഴ്സാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഏതൊക്കെ? സിഗ്മ x, സിഗ്മ y, tau xy. 2 നോർമൽ ഫോഴ്സും പിന്നെ നോർമൽ ഫോഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഷിയർ ഫോഴ്സും, അതാണ് tau xy. അപ്പോൾ സിഗ്മ x, സിഗ്മ y, tau xy. അപ്പോൾ ഇത് മൂന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ എടുക്കാൻ പറ്റും? മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെസ് സിഗ്മ 1 കണ്ടുപിടിക്കാൻ പറ്റും. സിഗ്മ 1 is equal to
sigma x plus sigma y divided by 2 plus square root of sigma x minus sigma y divided by 2 whole square plus tau x y whole square. അത് ഡാറ്റ ബുക്ക് പേജ് നമ്പർ 2.21 കാണാൻ പറ്റും. ഡാറ്റ ബുക്ക് പേജ് നമ്പർ 21. ഇക്വേഷൻ നമ്പർ 2.8 sigma 1 is equal to sigma x plus sigma y divided by 2 plus square root of sigma x minus sigma y divided by 2 whole square plus tau x y whole square. Direct substitution. Sigma x 0 ആണ്, sigma y is equal to ഈ വാല്യൂ. അപ്പോൾ ഇത് 2 into dc square. Sigma y 2 into dc square plus square root of ഇത് plus tau x y. Tau x y ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സ്ക്വയർ റൂട്ട് എടുക്കുക. Now അങ്ങനെ sigma 1 is equal to 15,369 divided by dc square Newton per mm square കിട്ടി. ഇനി sigma 2 കണ്ടുപിടിക്കുക. sigma 2 means minimum principal stress. sigma x plus sigma y divided by 2. അവിടെ പ്ലസ് ആയിരുന്നു, പക്ഷെ ഇവിടെ മൈനസ് 2, ബാക്കിയുള്ള സെയിം ആണ്. സോ ഇവിടെ നെഗറ്റീവ് വരും ആൻസർ. sigma 2 is equal to minus 2637 divided by dc square Newton per mm square കിട്ടും. ഇനി അക്കോർഡിംഗ് ടു മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെസ് തിയറി നമ്മൾ എന്ത് വേണം, ഇവിടെ മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെസ് മിനിമം പ്രിൻസിപ്പൽ സ്ട്രെസ് ഉണ്ട്. അപ്പോൾ മിനിമത്തിൻ്റെ കാര്യം അനുസരിച്ച് ചെയ്യേണ്ട, മാക്സിമത്തിൻ്റെ കാര്യം നമ്മൾ എടുത്തിട്ട് അതിനെ ഈ നമുക്ക് തന്നിട്ടുള്ള ഈൽഡ് സ്ട്രെസ് വേണ്ടി ഇക്വേറ്റ് ചെയ്യാം. sigma 1 less than or equal to sigma y. So 15,003 equal to 100. So from this dc square dc is equal to 12.5 millimeter കിട്ടും. So take core diameter അല്ലെങ്കിൽ minimum diameter of the bolt is equal to 12.5 millimeter. ഇവിടെ ഡി സി എന്ന് പറയാൻ കാരണം ഡി സി മീൻസ് കോർ ഡയമീറ്റർ ഓഫ് ദി ബോൾട്ട്. ഡി സിക്ക് പറയാൻ ഡി അങ്ങനെ എടുത്താൽ ശരിയാണ്, തെറ്റൊന്നുമില്ല. പക്ഷെ നമ്മളിവിടെ കോർ ഡയമീറ്ററിനെ കണക്കാൻ വേണ്ടിയിട്ട് ഡി സിക്ക് എടുത്തു, അത്രേ ഉള്ളൂ. സോ അങ്ങനെ നിങ്ങൾക്ക് 12.5 millimeter കിട്ടി. ഇനി സെക്കൻഡ് പ്രിൻസിപ്പിൾ നമ്മൾ അക്കോർഡിംഗ് ടു മാക്സിമം ഷിയർ സ്ട്രെസ് തിയറി. സോ അവർ ഇക്വേഷൻ sigma 1 minus mu sigma 2 less than or equal to sigma y. സെയിം ഇക്വേഷൻസ്. sigma y ന്റെ വാല്യൂ 100 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. sigma 1 ന്റെ വാല്യൂ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് minus 0.3 it is given. sigma 2 ന്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടി ഡി സി ഈക്വൽ ടു 13 millimeter കിട്ടി. സോ അക്കോർഡിംഗ് ടു മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെസ് തിയറി യു ഗോട്ട് ദി വാല്യൂ ഓഫ് core diameter of the bolt is equal to 12.5 millimeter. അതേപോലെ അക്കോർഡിംഗ് ടു മാക്സിമം ഷിയർ സ്ട്രെസ് തിയറി പ്രകാരം നമുക്ക് കിട്ടിയ core diameter of the bolt is equal to 13 millimeter ആണ്. നമ്മൾ നേരത്തെ പറയുമ്പോൾ അക്കോർഡിംഗ് ടു മാക്സിമം ഷിയർ സ്ട്രെസ് തിയറി എന്നാണ് പറഞ്ഞത്. അപ്പോൾ തെറ്റിപ്പോയതാണ്. ഈ ഇക്വേഷൻസ് ഷിയർ സ്ട്രെസ് തിയറിൻ്റെ ഇക്വേഷൻ അല്ല. ആ ഡാറ്റാ ബുക്ക് പേജ് നമ്പർ 22 വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഡാറ്റാ ബുക്ക് പേജ് നമ്പർ 22 ഇവിടെ കാണാൻ പറ്റും. ഇക്വേഷൻസ് ഇവിടെയുണ്ട്. എന്തോ സോ ഈ ഇക്വേഷൻ ഈ തിയറിൻ്റെ പേരാണ് മാക്സിമം സ്ട്രെയിൻ തിയറി അല്ലെങ്കിൽ സെയിൻറ്റ് വെനാൻസ് തിയറി എന്ന് പറയും. അപ്പോൾ അതാണ് ഇവിടെ മാക്സിമം ഷിയർ സ്ട്രെസ് എന്ന് എഴുതാൻ പാടില്ല, അക്കോർഡിംഗ് ടു മാക്സിമം സ്ട്രെയിൻ തിയറി. പക്ഷേ ഇക്വേഷൻസ് ഒക്കെ കറക്റ്റാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് മൂന്നാമത്തത് നമുക്ക് ചെക്ക് ചെയ്യണം. നെക്സ്റ്റ് വി ഹാവ് ടു ചെക്ക് ദി തേർഡ് തിയറി ഓഫ് ഫെയിലിയർ. ഇതാണ് മാക്സിമം ഷിയർ സ്ട്രെസ് തിയറി. മാക്സിമം ഷിയർ സ്ട്രെസ് തിയറി അതിൻ്റെ മറ്റൊരു പേരാണ് ഗസ്റ്റ് തിയറി എന്ന് പറയും. അപ്പോൾ അതിൻ്റെ ഇക്വേഷനാണ് sigma 1 minus sigma 2 less than or equal to sigma y. sigma y എന്നിട്ട് 100 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഡി സി സ്ക്വയർ നമുക്ക് ഡി സി 13.5 millimeter. ഇനി അടുത്ത നെക്സ്റ്റ്. അപ്പോൾ നമുക്ക് മൂന്നെണ്ണം കഴിഞ്ഞു. പ്രിൻസിപ്പൽ സ്ട്രെസ് തിയറി കഴിഞ്ഞു, പ്രിൻസിപ്പൽ സ്ട്രെയിൻ തിയറി കഴിഞ്ഞു, ഷിയർ സ്ട്രെസ് കഴിഞ്ഞു. ഇനി അടുത്ത രണ്ടെണ്ണം ബാക്കിയുണ്ട്. മാക്സിമം സ്ട്രെയിൻ എനർജി തിയറിയും ബാക്കിയുണ്ട്, മാക്സിമം ഡിസ്റ്റോർഷൻ എനർജി തിയറിയും ബാക്കിയുണ്ട്. നമ്മൾ സി അബൌട്ട്. സോ ഇവിടെ മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെയിൻ തിയറി നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫസ്റ്റ് നമ്മൾ കണ്ടുപിടിച്ചത് മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെസ് തിയറി. ഫസ്റ്റ് മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെസ് തിയറി എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, ഡാറ്റാ ബുക്ക് പേജ് നമ്പർ 20 ഡാറ്റാ ബുക്ക് പേജ് നമ്പർ 21 2.8a ഇക്വേഷൻ അത് വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിച്ചു ഡയമീറ്റർ കണ്ടുപിടിച്ചു. പിന്നെ സെക്കൻഡ് നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യനിൽ മാക്സിമം ഷിയർ സ്ട്രെസ് തിയറിയാണ്. മാക്സിമം ഷിയർ സ്ട്രെസ് തിയറിക്ക് നമ്മൾ എന്ത് വേണം, വി ഹാവ് ടു ഗോ ഫോർ ഡാറ്റാ ബുക്ക് പേജ് നമ്പർ 22 ഇക്വേഷൻ നമ്പർ 2.8c നോക്കുക. അപ്പോൾ sigma 1 minus sigma 2 എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടും 2.8c കിട്ടുക. ഒന്നാമത് 2.8aയും പിന്നെ 2.8cയും.
പിന്നെ മൂന്നാമത്തെ പ്രോബ്ലം കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് അതായത് മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെയിൻ തിയറി ആണ്. അത് കണ്ടുപിടിക്കണമെങ്കിൽ യു ഹാവ് ടു ഗോ ഫോർ ഡാറ്റ ബുക്ക് പേജ് നമ്പർ 22 ഇക്വേഷൻ നമ്പർ 2.8b. ആണോ മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെയിൻ തിയറി അക്കോർഡിംഗ് ടു മാക്സിമം സ്ട്രെയിൻ തിയറി അല്ലെങ്കിൽ സെയിന്റ് ബയാൻസ് തിയറി എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നാലാമത് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് ഫോർത്ത് മാക്സിമം സ്ട്രെയിൻ എനർജി തിയറി കണ്ടുപിടിക്കാൻ പറ്റില്ല. സോ മാക്സിമം സ്ട്രെയിൻ എനർജി തിയറി ഫോർത്ത് വൺ we have to go for maximum strain energy theory from you know the term maximum strain energy theory എടുക്കാൻ പറയുമ്പോൾ you have to go for data book page number 22 ൽ equation number 2.8e maximum total strain energy theory or Hughes theory എന്ന് കാണാൻ പറ്റും. ആ ഇക്വേഷൻ ആണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ ലാസ്റ്റ് പറയുന്നത് മാക്സിമം ഡിസ്റ്റോർഷൻ എനർജി തിയറി കണ്ടുപിടിക്കണം. അഞ്ചാമത് so for that you have to refer data book page number 22 ൽ equation number 2.8d അവിടെ കാണാൻ പറ്റും ഹെങ്കി വോസ് മൈസസ് തിയറി എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. അതാണ് അഞ്ചാമത്തെ തിയറി. അപ്പോൾ ഈ അഞ്ച് തിയറി അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഡയമീറ്റർ കണ്ടുപിടിക്കാൻ കാണിക്കും. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ മാറിപ്പോകാൻ പാടില്ല, വളരെ കെയർഫുൾ ആയിരിക്കുക. നെക്സ്റ്റ് ഇവിടെ കാണാൻ പറ്റും മാക്സിമം സ്ട്രെയിൻ എനർജി തിയറി. ഇനി അടുത്ത കണ്ടുപിടിക്കുന്നത് മാക്സിമം സ്ട്രെയിൻ എനർജി തിയറി. സോ ഫോർ ദ റെഫർ ഡാറ്റ ബുക്ക് പേജ് നമ്പർ 22 ഇക്വേഷൻ നമ്പർ 2.8e റെഫർ ചെയ്യുക. അതിൽ കാണാൻ പറ്റും മാക്സിമം ടോട്ടൽ സ്ട്രെയിൻ തിയറി ഓർ ഹ്യൂസ് തിയറി ഈക്വൽ ടു സിഗ്മ ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് സിഗ്മ 1 സ്ക്വയർ പ്ലസ് സിഗ്മ 2 സ്ക്വയർ മൈനസ് 2 ഇൻറ്റു മ്യൂ സിഗ്മ 1 പ്ലസ് സിഗ്മ 2. ഡാറ്റ ബുക്കിൽ കാണാൻ പറ്റും, ഇവിടെ കാണാൻ പറ്റും ഇക്വേഷൻ കാണുന്നുണ്ടോ? ഇവിടെ ഉണ്ടോ? ഈ ക്വസ്റ്റൻസ് ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ അതിന് നമ്മൾ നേരത്തെ അപ്ലൈ ചെയ്യുക. സിഗ്മ 1 അറിയാം, സിഗ്മ 2 അറിയാം, മ്യൂ നമുക്കറിയാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക 100 സ്ക്വയർ. സോ യു വിൽ ഗെറ്റ് ദി വാല്യൂ ഓഫ് ഡി സി സി ഈക്വൽ ടു 13 മില്ലിമീറ്റർ 2.78 കിട്ടും. പക്ഷെ നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വാല്യൂസ് ചൂസ് ചെയ്യുക. അങ്ങനെ 13 മില്ലിമീറ്റർ ചൂസ് ചെയ്യുന്നു. ഓക്കെ, ഇനി ലാസ്റ്റ് നമുക്ക് ബാക്കിയുള്ളത് മാക്സിമം സ്ട്രെയിൻ എനർജി തിയറി, അതും കഴിഞ്ഞു. ഇനി മാക്സിമം ഡിസ്റ്റോർഷൻ എനർജി തിയറിയാണ് ലാസ്റ്റ് പെൻഡിങ് ഉള്ളത്. maximum distortion energy theory. Distortion energy theory. So for that refer data page number 22 equation number 2.8d ആ equation ആണ് നമ്മൾ റെഫർ ചെയ്യേണ്ടത്. നമ്മുടെ ഇക്വേഷൻ എഴുതുക 2.8d സ്ക്വയർ റൂട്ട് ഓഫ് സിഗ്മ 1 സ്ക്വയർ പ്ലസ് സിഗ്മ 2 സ്ക്വയർ മൈനസ് സിഗ്മ 1 ഇൻറ്റു സിഗ്മ 2 ഈക്വൽ ടു ലെസ് ദാൻ ഈക്വൽ ടു സിഗ്മ y സ്ക്വയർ ലെസ് ദാൻ ഈക്വൽ ടു സിഗ്മ y. അപ്പോൾ സ്ക്വയറിംഗ് ബോത്ത് സൈഡ് അപ്പോൾ ഞാൻ മാറി സിഗ്മ 1 സ്ക്വയർ പ്ലസ് സിഗ്മ 2 സ്ക്വയർ മൈനസ് സിഗ്മ 1 ഇൻറ്റു സിഗ്മ 2 ഇസ് ഈക്വൽ ടു സിഗ്മ y സ്ക്വയർ എന്ന് മാറി. സിഗ്മ 1 ന്റെ വാല്യൂ നമുക്കറിയാം, ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അതിൻ്റെ സ്ക്വയർ ഇവിടെ വരിക 15369 divided by dc square whole square plus minus എത്ര വരും 26 divided by dc square divided by dc square whole square minus 15369 into minus 2637 divided by dc raised to 4 equal to 100 square 10,000. Okay, so from this you will get the value of dc is equal to solve it. You will get the value of dc is equal to 12.5
98 millimeter കിട്ടും. 12.98. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ആൻസർ കിട്ടും 12.98 millimeter. So you will get DC is equal to 12.98 millimeter. Standard is here equal to 13 millimeter. Core diameter minus diameter of the bolt. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ പ്രോബ്ലം കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെസ് തിയറി, മാക്സിമം ഷിയർ സ്ട്രെസ് തിയറി, മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെയിൻ തിയറി, മാക്സിമം സ്ട്രെയിൻ എനർജി തിയറി, മാക്സിമം ഡിസ്റ്റോർഷൻ എനർജി തിയറി, ഈ 5 ഡാറ്റാ ബുക്കിൽ എവിടെയാണ് വരിക എന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഞാൻ ഒന്നുകൂടി പറയുകയാണ്. മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെസ് തിയറി എന്ന് പറയുന്നത് ഡാറ്റാ ബുക്ക് പേജ് നമ്പർ 21. ഡാറ്റാ ബുക്ക് പേജ് നമ്പർ 21 വരിക. ഒന്നാമത്തത് അത് മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെസ് തിയറി വരുന്നത് ഇവിടെയാണ്. ഡാറ്റാ ബുക്ക് പേജ് നമ്പർ 21 ഇക്വേഷൻ നമ്പർ 2.8a ഇതാണ്. ഇനി രണ്ടാമത്തത് മാക്സിമം ഷിയർ സ്ട്രെസ് തിയറി. അതെവിടെ വരുന്നത്? ഡാറ്റാ ബുക്ക് പേജ് നമ്പർ 22 ഇക്വേഷൻ നമ്പർ മാക്സിമം ഷിയർ സ്ട്രെസ് തിയറി ഇക്വേഷൻ നമ്പർ 2.8c വരിക. ഇനി അടുത്തത് മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെയിൻ തിയറി. ഡാറ്റാ ബുക്ക് പേജ് നമ്പർ 22 പ്രിൻസിപ്പൽ സ്ട്രെയിൻ തിയറി ഇക്വേഷൻ നമ്പർ 2.8b. 2.8 അടുത്ത നാലാമത് ഫോർത്ത് വൺ ഏതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ? മാക്സിമം സ്ട്രെയിൻ എനർജി തിയറി. ഡാറ്റാ ബുക്ക് പേജ് നമ്പർ 22 ഇക്വേഷൻ നമ്പർ 2.8e. 2.8e ആണ് വരിക. ഓക്കെ. ഇനി അടുത്ത മാക്സിമം ഡിസ്റ്റോർഷൻ എനർജി തിയറി. ഡാറ്റാ ബുക്ക് പേജ് നമ്പർ 22 ഇക്വേഷൻ നമ്പർ 2.8d. 2.8d അത് കൃത്യമായി അറിയണം. മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെസ് തിയറി ഡാറ്റാ ബുക്ക് പേജ് നമ്പർ 21 ഇക്വേഷൻ നമ്പർ 2.8a. മാക്സിമം ഷിയർ സ്ട്രെസ് തിയറി ഡാറ്റാ ബുക്ക് പേജ് നമ്പർ 22 ഇക്വേഷൻ 2.8c. മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെയിൻ തിയറി ഡാറ്റാ ബുക്ക് പേജ് നമ്പർ 22 ഇക്വേഷൻ 2.8b. മാക്സിമം സ്ട്രെയിൻ എനർജി തിയറി ഡാറ്റാ ബുക്ക് പേജ് നമ്പർ 22 ഇക്വേഷൻ 2.8e. മാക്സിമം ഡിസ്റ്റോർഷൻ എനർജി തിയറി ഡാറ്റാ ബുക്ക് പേജ് നമ്പർ 22 ഇക്വേഷൻ 2.8d. 2.8d. ഓക്കെ. അപ്പോൾ അതോടുകൂടി തിയറി ഓഫ് ഫെയിലിയറിലെ സെക്കൻഡ് മോഡൽ ഈ പ്രോബ്ലം കൂടി കഴിഞ്ഞത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലമാണ്. ജസ്റ്റ് സോൾവ് ചെയ്ത് പഠിക്കാം. താങ്ക് യു.